ഹലോ അരുണേട്ടാ. ഇത് യാമിക ബാലചന്ദ്രൻ, എല്ലാവരും യാമിന്ന് വിളിക്കും. വാൻഡേ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാനായ മിസ്റ്റർ വേദാന്ത് വർമ്മയുടെ വിശ്വസ്തയായ സെക്രട്ടറി യാമിക. ആളെപ്പറ്റി പറയുവാണെങ്കിൽ ബോൾഡ് ആൻഡ് കൈൻഡ് പേഴ്സണാലിറ്റിയാണ്. അങ്ങനെ പെട്ടെന്നൊന്നും കബളിപ്പിക്കാൻ സാധിക്കില്ല. യാമി, നീ എപ്പോഴാ വരുന്നേ? അതരുണേട്ടാ, ഞാൻ വരാൻ താമസിക്കും. നാളത്തെ മീറ്റിങ്ങിന് വേണ്ടിയുള്ള പ്രസൻറ്റേഷൻ ഡബിൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കംപ്ലീറ്റ് ആക്കാതെ എനിക്കിവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഹേയ്, അത് സാരമില്ല. നീ ഇല്ലാതെ എനിക്കെന്തു ബർത്ത്ഡേ പാർട്ടി? അതുകൊണ്ട് ഞാൻ അവന്മാരോടെ പോയിക്കോളാം. എന്നാ ശരി ഏട്ടാ. ആ പിന്നെ, നാളെ നമുക്ക് മീറ്റിംഗ് കഴിഞ്ഞ് ലഞ്ച് പുറത്തുനിന്നായാലോ? നീ എന്തു പറയുന്നു? അതിനെന്താ ഏട്ടാ, നാളെ നമുക്ക് ലഞ്ച് പുറത്തുനിന്നാക്കാം. എന്നാ യാമി, ഞാൻ വെക്കുവാണേ. ഓ എൻ്റെ ദൈവമേ, ഒരു വിധത്തിൽ ഇത് ചെയ്തു തീർത്തു. ഇനി എനിക്കൊന്ന് കിടന്നാ മതിയായിരുന്നു. അല്ല, ഇത് ഇത്രയും പെട്ടെന്ന് തീരുമെന്ന് ഞാൻ ഓർത്തില്ല. എന്തായാലും അരുണേട്ടൻ്റെ അപ്പാർട്ട്മെന്റ് വരെ ഒന്ന് പോകാം. ആൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. അവൾ കാർ ഓടിച്ചുകൊണ്ട് അരുൺ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് പോയി. അരുണിന്റെ അപ്പാർട്ട്മെന്റ് ഡോർ തുറന്ന് കാണുന്ന കാഴ്ച ഇതായിരുന്നു. കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയാതെ അവിടുന്ന് ഇറങ്ങി കാർ എടുത്ത് അതീവ ദേശത്തിൽ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി കാർ പാർക്ക് ചെയ്ത് അവൾ അകത്ത് കയറി ലിവിംഗ് റൂമിലെ സോഫയിൽ ഇരുന്ന് കരയാൻ തുടങ്ങി. എൻ്റെ 4 വർഷത്തെ പ്രണയം എന്നെ ചതിച്ചു, അതും എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ. വെറും സിസ്റ്റർ അല്ല മോളെ, കസിൻ സിസ്റ്റർ. ഇത് ജിയ ജോൺ ഇമ്മാനുവൽ, യാമികയുടെ ബെസ്റ്റ് ഫ്രണ്ട്, ഓർ യു ക്യാൻ സേ കസിൻ സിസ്റ്റർ. ഇനി ഇവർ എങ്ങനെ കസിനായെന്നല്ലേ? ജിയയുടെ അച്ഛൻ കല്യാണം കഴിച്ചിരിക്കുന്നത് യാമികയുടെ അച്ഛൻ്റെ അനിയത്തിയാണ്. അതുമാത്രമല്ല, വാൻഡേ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ CFO ആയ മിസ്റ്റർ അനുരാഗ് വർമ്മയുടെ സെക്രട്ടറി കൂടിയാണ്. എൻ്റെ ഈശോയെ, ഞാനിത് എന്താ കാണുന്നേ? എൻ്റെ കൊച്ചു കരയ. അല്ല, നീ കരഞ്ഞിട്ടും എന്താടി കണ്ണുനീരൊന്നും വരാത്തെ? അത് പിന്നെ ഗ്ലിസറിൻ തീർന്നു പോയി. അല്ലടി, ഞാൻ കഴിഞ്ഞ ആഴ്ചയല്ലേ ഒരു പാക്കറ്റ് ഗ്ലിസറിൻ മേടിച്ചു വെച്ചേ. അല്ല, നമ്മൾ കരയുമ്പോൾ റിയാലിറ്റിക്ക് വേണ്ടി കണ്ണുനീരൊക്കെ വരണ്ടേ, അതിനു വേണ്ടി എടുത്തതാ. ഓ, പറയുന്ന കേട്ടാ തോന്നും ഇതാദ്യമായിട്ട് നടക്കുന്ന സംഭവത്ര. അല്ല, അവൻ ഇതിനു മുമ്പും ഇതേപോലെ കാണിച്ചിട്ടുള്ളതല്ലേ അല്ലേ മോളെ യാമി? യാ, ഓഫ് കോഴ്സ് കാണിച്ചിട്ടുണ്ട്. ഇതാണ് മിസ്സിസ് വേദിക ദീക്ഷിത്, വാൻഡേ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പ്രസിഡൻറ്റ്. ആള് ഒരു മെച്യൂർഡ് ക്യാരക്ടറാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഫോർ ബിസിനസ് ഓൺലി. അതർവൈസ് ഷീസ് എ കുട്ടിക്കുറുമ്പി. ഗുഡ് മോർണിംഗ് വേദിക മാം. ഗുഡ് മോർണിംഗ് ജിയ. അല്ല, യാമി എവിടെ? മാം, അവളിന്ന് താമസിച്ചേ വരത്തുള്ളൂ. കാരണം ഇന്നത്തേക്ക് വേണ്ടിയുള്ള പ്രസൻറ്റേഷൻ അവൾ തയ്യാറാക്കുമായിരുന്നു. അതുകൊണ്ട് താമസിച്ചാ വന്നതും കിടന്നതും ഒക്കെ. അല്ല, അപ്പോൾ അവൾ അരുണിന്റെ അപ്പാർട്ട്മെന്റ് വരെ പോയില്ലേ? പോയില്ലേന്നോ? അവൾ പോകുകയും ചെയ്തു, പോയ കാര്യം സാധിക്കുകയും ചെയ്തു. അതാണ് നമ്മുടെ യാമി. പിന്നല്ലാണ്ട് എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് അവൻ്റെ കളി. മോർണിംഗ് വേദിക മാം, ആ താനൂടെ ഉണ്ടായി. My hormone balance damage
ഇതാണ് ഇവാൻ ജേക്കബ്, സെക്രട്ടറി ഓഫ് വേദിക ദീക്ഷിത്, ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് യാമിക ആൻഡ് ജിയ. അവർ മാത്രമല്ല, കുറച്ച് പേരും കൂടെ വരാനുണ്ട്. എന്താണ് രണ്ടും കൂടി രാവിലെ ഒരു ചർച്ച? എന്തെങ്കിലും പണി ഒപ്പിക്കാനാണോ? ഓ, പണിയും കെണിയൊന്നും ഒപ്പിക്കാനല്ല, ഞങ്ങള് യാമിയെ പറ്റി പറയായിരുന്നു. യാമിയോ? അവക്കെന്തു പറ്റി? അവൾക്കൊന്നും പറ്റിയില്ല മിസ്റ്റർ ഇവാൻ ജേക്കബ്. ഇനി പറ്റാനുള്ളവരൊക്കെ അവിടെ കിടക്കുന്നല്ലേ ഉള്ളൂ. അല്ല, ഇനി എന്താ അടുത്ത പ്ലാൻ? അങ്ങനെ ചോദിച്ചാ വലിയ പ്ലാനൊന്നുമില്ല, പക്ഷെ പോകുന്നിടം വരെ പോകും. അപ്പൊ നീ എന്തീ പറഞ്ഞു വരുന്നേ? നിനക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ അറിഞ്ഞാൽ സേതുവമ്മ വെറുതെ ഇരിക്കുമെന്ന്? പിന്നെ ഷുവറല്ലേ, ഇത് സേതുവമ്മ അറിഞ്ഞ അവന്റെ അവളുടെ തല അടിച്ചു പൊട്ടിക്കും. ശരിയാ, പിന്നെ അവരുടെ എടുക്കാൻ കാണില്ല. ശരിയാ, അവർക്കറിയില്ലല്ലോ കാലിന്റെ കയ്യിലാ കയറ് കൊടുത്തേക്കുന്നെന്ന്. എന്താണ് ഗൈസ് ഇവിടെ ഒരു ചർച്ച? അല്ല, നീ ഇതെപ്പം വന്നു? നീ താമസിച്ചിടത്തോളം ഇവിടെ പറഞ്ഞായിരുന്നല്ലോ. ഓ, അത് നിന്റെ ചേട്ടന്റെ നിർബന്ധപ്രകാരം ഞാൻ നേരത്തെ വന്നു. അല്ലേ അങ്ങേരെ എന്നെ തൂക്കിക്കൊല്ലും. അങ്ങയുടെ വിശ്വസ്തയായ സെക്രട്ടറി ആയി പോയില്ലേ ഞാൻ. അതിന് എന്റെ ചേട്ടനെ കുറ്റം പറ. ഹലോ മിസ് യാമിക, കം ടു മൈ ക്യാബിൻ. ഡേഡി, നിന്റെ കടുവാള ചേട്ടൻ എന്നെ വിളിക്കുന്നു. എന്നാ ഞാൻ അങ്ങോട്ട് പോകാം. ബൈ. സാർ, മേ ഐ? യെസ്, കമ്മിങ്. காற்று நிற்கும் கொடி பத்த வச்ச பெட்டி என்ன கட்டி புடி நீ லேசா என்ன கடி வீட்ட கட்டி முடி உள்ள விண்ணலடியா தூக்கம் போச்சு நான் தூங்கி நாளாச்சு இனி தாங்காது மூச்சு வானச்சு. ഇതാണ് വേദാന്ത് വർമ്മ, വാൻഡേ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാൻ. ആളൊരു ബോൾഡ് ആൻഡ് കോൾഡ് പേഴ്സണാലിറ്റിയാണ്. അങ്ങനെ ആരെയും അധികം അടുപ്പിക്കത്തില്ല. സാർ, എന്നെ വിളിച്ചത്? ആ, തന്നെ വിളിച്ചത് മീറ്റിങ്ങിന് വേണ്ടിയുള്ളതെല്ലാം അറേഞ്ച് ചെയ്തിട്ടില്ലേ? യെസ് സാർ, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കം, ഇറ്റ്സ് ഗോയിങ് ടു ബി 10 AM. ഗുഡ് മോർണിംഗ് ഓൾ. നമുക്കിനി മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സോ this is my personal secretary, Miss Yamika, and she's the one who is going to present it. Miss Yamika. Sir, there is a problem. What happened? Sir, the presentation is missing. What? Bygga nostra mellan bea och jag bumblebee Shovla baseline, jag kallar från när man är French away Kan jag skrälla för att salut och forma Brukar lugga, mugga, kasta, trasta, away Now har du mot av du Hej, hej, kaj av du, tal av du പറയടി, നീ എന്തിനാ ചെയ്തേ? എന്നോടല്ലേ ചോദിച്ചത് പറയാൻ? കള്ളം പറയുന്നോടി. Miss Yamika, what is this? സാർ, അവളാണ് എൻ്റെ പ്രസൻറ്റേഷൻ ലാപ്പിൽ നിന്ന് ഡിലീറ്റ് ആക്കിയത്. ആൻഡ് ഐ ഹാവ് ദ പ്രൂഫ്. Miss Maithili, is it true? No sir, no, it's not true and she's lying. And do you think I will believe you over my PS? Never. And you are fired. No, don't do this to me. Everyone, go back to your place. Hello guys. இல்ல இல்ல நானும் தேடி பார்த்தேன் உலகம் தாண்டி பார்த்தேன் உன போல் அழகிய தான் பார்த்ததில்லடி கவிதை பாடி பார்த்தேன் கதகளி ஆடி பார்த்தேன் அடியே ഇതാണ് ലിസ മറിയ തോമസ്, വാൻഡേ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ CEO ആയ മിസ്റ്റർ ദീക്ഷിത് വർമ്മയുടെ സെക്രട്ടറി. ലിസയും യാമികയുടെ ഫ്രണ്ട് സർക്കിളിലെ ഒരാളാണ്. കുറച്ചുമുമ്പ് ഇവിടെ കുറേ പടക്കം പൊട്ടുന്ന സൗണ്ട് കേട്ടല്ലോ.
ഇവിടെ പടക്കം പൊട്ടിയതല്ല, നമ്മുടെ യാമി ഒരു ടിക്കറ്റ് കൊടുത്തതാ. കൊടുക്കുകയും ചെയ്തു, സാർ ഇവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. പോട്ടെ, സാരമില്ല. നിനക്കങ്ങനെ പറയാം, ഞാൻ പണ്ടേ അവക്കൊന്ന് ഓങ്ങി വെച്ചതാ. എന്ത് പറയാൻ, കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു. അല്ല യാമി, അവിടെ എന്തായിരുന്നു പ്രശ്നം? ഇന്നലെ രാത്രി കഷ്ടപ്പെട്ട് ചെയ്ത എൻ്റെ പ്രസൻറ്റേഷൻ ഇന്ന് രാവിലെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പം കാണാനില്ല. ആ മൈഥിലി ഉണ്ടല്ലോ, അവള് രാവിലെ എൻ്റെ ക്യാബിനിൽ കയറി എൻ്റെ ലാപ്പിൽ നിന്ന് അത് ഡിലീറ്റ് ആക്കി. പക്ഷേ ഞാനിത് നേരത്തെ സാറിന് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ പ്രസൻറ്റേഷൻ നല്ലപടിയായി പോയി. അല്ലായിരുന്നെങ്കിലോ അവളായിട്ട് ചെയ്തെന്നുള്ള തെളിവുമുണ്ട്. കാരണം എൻ്റെ ക്യാബിനിൽ ക്യാമറ ഉള്ളതാണ്. ഹലോ ലിസ, വേദിക അവിടെ ഉണ്ടെങ്കിൽ എൻ്റെ ക്യാബിനിലോട്ടൊന്ന് വിടാവൂ. ഓക്കേ സാർ. വേദു, നിന്നെ ദക്ഷിത് സാർ വിളിക്കുന്നു. എന്നാ ശരി പിള്ളേരെ, ഞാൻ പോകുക എൻ്റെ ഭർത്തൃദേവൻ്റെ അടുത്തേക്ക്.